എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Wands energy, 10 of Swords, Strength card, 7 of Swords, 10 of Cups, that's King of Pentacles energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 of Wands എനർജി കണക്ഷൻസ് ആണ്. വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവ്യമാകുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ. പല കാര്യങ്ങളും ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും, കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല, എല്ലാം എഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. 8 of Wands എനർജി കണക്ഷൻസ് ആണ്. അത് നമ്മൾ പറയില്ലേ, ശരവേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു എനർജി എന്ന് നമുക്ക് പറയാം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് ജീവിതത്തിൽ ജനുവരി മാസം എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ ആദ്യത്തെ മാസം നിങ്ങൾ പല കാര്യങ്ങളും ഒരു പുതിയൊരു വർഷത്തിൻ്റെ തുടക്കം എന്ന് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഇനിഷ്യേറ്റിംഗ് നെക്സ്റ്റ് ഫേസ് ഓഫ് യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു നെക്സ്റ്റ് ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു പടി മുകളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒത്തിരി മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്, ട്രാവൽ കാണിക്കുന്നുണ്ട്. ഈ വരുന്ന ജനുവരി മാസത്തിൽ ഒന്നുകിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വരുന്ന മുന്നോട്ടേക്കുള്ള മാസങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ടിക്കറ്റ്സ് കാര്യങ്ങൾ ബുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ എവിടേക്കാണ് ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നതും, വർക്ക് റിലേറ്റഡ് ആയിട്ടും പേഴ്സണൽ ലൈഫിൽ ഒരു വെക്കേഷൻ അതുപോലത്തെ രീതിയിലൊക്കെ ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു മാസമാണ്. വളരെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ബിസി ആയിരിക്കും, എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു മാസമാണ്. ജോലി സംബന്ധമായിട്ടും പേഴ്സണൽ ലൈഫിലൊക്കെ ഒത്തിരി തിരക്കുകൾ കൊണ്ട് പൊതുവെ അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടുന്നൊരു വ്യക്തിയാണെങ്കിൽ അതൊന്നും അധികം ഉണ്ടാവില്ല. കാരണം അതിനുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, നിങ്ങൾ ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്ന സമയം എന്നാണ്. പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള റോളാണോ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏത് റോളാണോ നിങ്ങൾ ജോലിയിലോ അതേപോലെ പേഴ്സണൽ ലൈഫിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റോള് നിങ്ങൾ അലങ്കരിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ ജോലിയിലാണെങ്കിലും അതേപോലെ മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് ഇതാണ് ഞാൻ എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. 10 of Swords എനർജി കണക്ഷൻസ് ആണ്. അതേപോലെ പല കാര്യങ്ങളുടെയും പര്യവസാനം കൂടിയാണ് ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് സമ്മാനിക്കുന്നത്. 10 of Swords എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് ഒരു പാസ്റ്റ് എന്നൊരു ക്ലീൻ ബ്രേക്ക് എടുക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ കാലത്തിൽ തങ്ങി നിൽക്കുന്ന ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് ആലോചിച്ച് ഇങ്ങനെ നെഗറ്റിവിറ്റിയിൽ തങ്ങി നിൽക്കാതെ ഒരു സങ്കടം, കഴിഞ്ഞു പോയ കാര്യത്തിൽ സഫറിങ്സ്, സങ്കടങ്ങൾ, ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ, ട്രോമ, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും. അതിന് ഒരു പരിധിവരെ നിങ്ങൾക്കതിന് സമയമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് നിങ്ങൾ അതിൽ തങ്ങി നിൽക്കാതെ അതിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ലൈഫിൽ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഒരു ഡിവോഴ്സ്, നിങ്ങൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വരും. നിങ്ങളുടെ ആഗ്രഹമില്ല എങ്കിൽ കൂടി ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, ഒരു ജോലി സംബന്ധമായിട്ട് പ്രശ്നം അനുഭവിച്ചവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ, ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ അടുത്തിടയ്ക്കുണ്ടായിട്ടുള്ള ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നൊരു സമയം ആണ്. അതിനെ പിടിച്ച് തങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വേണ്ടുന്ന പുതിയ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്ന് ഇതുവരെ വിചാരിച്ചതിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നത്. പിന്നെ
പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് ഒരു മജീഷ്യൻ എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും എൻഡ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ തുടക്കുമ്പോൾ ഇതാണ് എന്നെക്കൊണ്ട് ഇത് പറ്റും, യു ആർ ദ മജീഷ്യൻ, നിങ്ങളുടെ ജീവിതത്തിലെ മജീഷ്യൻ നിങ്ങളാണ്, നിങ്ങളുടെ കയ്യിൽ എല്ലാ റിസോഴ്സസും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീലിംഗ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ പ്രായമായിട്ടുള്ളവരായാലും വിദ്യാർത്ഥികളായാലും ജോലി ചെയ്യുന്നവരായാലും ഏത് സിറ്റുവേഷനിലും നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. പുതിയ ജോലി, പുതിയ ബിസിനസ്, പുതിയ സാഹചര്യങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയും തന്നെ പറയാം ഈ ഒരു മാസം. സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഉൾഭയം അത് പൂർണ്ണമായിട്ടും അകന്നു പോയിരിക്കുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ ഇതൊരു കാര്യത്തിലേക്ക് മുന്നിട്ട് ഇറങ്ങാൻ യു ആർ സ്ട്രോങ്, യു ആർ ഹാപ്പി. നിങ്ങൾ ആ ഒരു വിൽ പവർ നിങ്ങളിലുണ്ട്, നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അത് പലപ്പോഴായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നാകും, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഐഡിയാസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ ഓക്കെ, എന്നാൽ ഇതുകൂടി കഴിയട്ടെ അല്ലെങ്കിൽ അതുകൂടി കഴിയട്ടെ എന്ന് വെച്ച് നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. ഇപ്പോൾ യു ഫീൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സെൽഫ് എന്താ പറയുക, ഒത്തിരി നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു സമയമാണ്. സെൽഫ് ഡൗട്ട് മാറിക്കിട്ടുന്നൊരു സമയമാണ്. സർവൈവൽ, ഇപ്പോൾ ഇവിടുത്തെ എനർജി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എനർജിയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് പോകണമെങ്കിൽ വളരെ നിഷ്കളങ്കത നിറഞ്ഞ് അത് ഞാൻ സത്യസന്ധതയും ഒക്കെ നിലനിർത്തുന്ന ഒരു രീതിയിൽ അല്ലാതെ കുറച്ചൊരു എന്താ പറയുക, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്ന എന്താ പറയുക, എവറിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് നിങ്ങളിവിടെ ലക്ഷ്യം. മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയുന്ന മാർഗമാണ് നിങ്ങളിവിടെ സ്വീകരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ കോർപ്പറേറ്റ് വേൾഡിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് വളരെ അനുകൂലമായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പ്രൊഫഷണലി ഒത്തിരി ഉയരത്തിലേക്ക് നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ഒരു റോള് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്കായിരിക്കും ഒരു അപ്പർ ഹാൻഡ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം. ചുറ്റുപാടുമുള്ള ആളുകൾ ആരും നിങ്ങളുടെ സുഹൃത്തുക്കളൊന്നുമല്ല. എല്ലാവരും മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവസരം കിട്ടുമ്പോൾ അവർ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് സിറ്റുവേഷനിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കും ചതി വഞ്ചന എനർജി അല്ല. പക്ഷേ നിങ്ങൾ സോഫ്റ്റായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല. എല്ലാവരും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി, എല്ലാവരും അത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് പ്രൊമോഷനും കാര്യങ്ങളും തരും എന്നുള്ള ചിന്തയല്ല. മറിച്ച് ഇത് കോർപ്പറേറ്റ് വേൾഡിൽ ഉള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളൊരു ബിസിനസ് ആണെങ്കിൽ, എന്ത് സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പാവമായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളത്. പിന്നെ മറ്റുള്ളവരെ അങ്ങനെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നു, അതേപോലെ കണ്ണടച്ചാരെയും വിശ്വസിക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസത്തിൽ. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി കൂടി കാണിക്കുന്നു. ഇപ്പോൾ ഫാമിലി ലൈഫ് പറയുകയാണെങ്കിൽ വളരെ സുന്ദരമായിരിക്കും ഈ ഒരു മാസം. ഒത്തിരി ഹാപ്പിനെസ് ജീവിതത്തിൽ, ഒത്തിരി ആഘോഷങ്ങളും സന്തോഷങ്ങളും ഉണ്ട്. ഒത്തിരി ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ നിങ്ങൾ അടുത്ത കാലത്തായിട്ട് ലൈഫിൽ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്നില്ല, ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, ക്വാളിറ്റി ടൈം ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇതിലൊക്കെ എന്ത് സെലിബ്രേഷൻ എന്ന് ചിന്തിച്ചിരുന്ന, ഇതിലെന്ത് ആഘോഷിക്കുക എന്ന് ചിന്തിച്ചതിൽ നിന്ന് ഈ കുഞ്ഞു കാര്യങ്ങൾ വരെ നിങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആഘോഷിച്ച് ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, യാത്രകൾ പോകുന്നു. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സാമ്പത്തികമായിട്ട് അടുത്തിടയ്ക്കായിട്ട് കുറച്ച് പ്രതിസന്ധികൾ, അനാവശ്യമായിട്ട് കാശ് ചിലവാകുന്നു, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തടത്ത് നഷ്ടങ്ങൾ വരുന്നതിൽ നിന്നൊരു മാറ്റം ഈ ഒരു മാസം നിങ്ങൾക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അടുത്തിടയ്ക്കായിട്ട് എപ്പോഴും ചിലവുകൾ, പല പല വഴിക്ക് ചിലവ് വരുന്നതേ അറിയാതെ ചിലവുകളെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മാസം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യമാകാം, കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം. നിങ്ങൾ പ്രമോഷനോ കാര്യങ്ങളോ ചില ആളുകളിൽ ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം എന്ന് പറയുമ്പോൾ ലോട്ടറി ഭാഗ്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ സ്വത്ത് വകകളോ അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതും ആവാം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.